പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്കൽ വന്ന് ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമേ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. വളരെ സുപരിചിതമായ ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് വായിച്ചത്. ഇവിടെ പരീശന്മാർ അടയാളം ചോദിക്കുന്നു യേശുവിനോട്. പരീശന്മാരും സദൂക്യരും അവരെന്താണ് പറയുന്നത്? ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ ഈ പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും അങ്ങനെ വലിയൊരു പുരുഷാരെ എപ്പോഴും യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ച് അവൻ ദൈവമാണെന്ന് ആണോ അല്ലയോ, അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലവിധമായ കുടുക്കു ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് വേദപുസ്തകത്തിലുണ്ട്. കാരണം അവർക്ക് യേശുവിനെ ദൈവം എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പല കുടുക്കു ചോദ്യങ്ങളുടെ യേശുവിനെ പരീക്ഷിക്കുക. ഇവിടെയും അതിനാണ് പരീശന്മാരും സദൂക്യരും അവർക്കൊരു അടയാളം വേണമെന്ന് അവർ പറയുന്നത്. പക്ഷെ യേശു എന്താണ് അതിന് മറുപടി പറഞ്ഞത്? അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, അല്ലെ, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ പാപം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? എന്നിട്ട് യേശു പറയുന്നത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. ഒന്നുകൂടെ ആ ഭാഗം എടുത്ത് ചിന്തിക്കേണ്ട. ദോഷവും വ്യഭിചാരമുള്ള തലമുറ എന്ത് ചെയ്യുന്നു? അടയാളം തിരയുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറ അവരും അടയാളമാണ് തിരയുന്നത്. ഹല്ലേലൂയ. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവർ അവർക്കും അടയാളമാണ് വേണ്ടത്. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്നവർക്കും അവർക്കും അടയാളമാണ് ആവശ്യം. അതുതന്നെയാണ് ഇന്നത്തെ ജനത്തിനും ആവശ്യം. ഇന്നത്തെ ജനത്തിനും യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ, ദൈവമെന്ന് വിശ്വസിക്കാൻ അവർക്ക് മനസ്സ് വെക്കാതെ, ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ മനസ്സിനെ കുരുടാക്കിയിട്ട് യേശു ദൈവമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്ക് അയച്ചിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ദൈവദാസന്മാരോട് കുടുക്കുചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ യേശു ദൈവമാണെന്ന് ആര് പറഞ്ഞു? നമുക്ക് തെളിയിച്ചു കാണില്ല, അടയാളം കാണില്ല എന്നൊക്കെ പറഞ്ഞ് പല വിരുദ്ധന്മാരും വിദ്വാൻമാരും ദൈവമക്കളെ സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ള അനുഭവമൊക്കെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം അവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത അടയാളം ചോദിക്കുന്ന സമൂഹത്തെയാണ് യേശു പറഞ്ഞത്, ഇവർ ഹല്ലേലൂയ ദോഷവും വ്യഭിചാരമുള്ള തലമുറയാണ്. ഹല്ലേലൂയ. അവിടുത്തെ വാക്കിന്റെ ഉച്ചാരണം ദോഷവും വ്യഭിചാരവുമുള്ള. ഞാൻ മുമ്പ് ഒന്നിട്ട് കാര്യം കൂടെ പറഞ്ഞു. വക്രതയും കൂട്ടമുള്ള, അതിക്രമവും പാപമുള്ള, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ജയിലിലും കിടക്കുന്ന, അങ്ങനെ കിടക്കുന്നവരാണ് ഈ അടയാളം തിരഞ്ഞു നടക്കുന്നത്. ഹല്ലേലൂയ. അവരെപ്പോഴും കുഴുക്ക് ചോദ്യങ്ങളുമായി ദൈവസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയേക്കാം, ദൈവദാസന്മാർക്ക് വിരൽ ചൂണ്ടിയേക്കാം. പക്ഷെ ഇവിടെ യേശു എന്നിട്ട് പറയാണ്, യോനയുടെ അടയാളമല്ലാതെ അതിന്റെ അടയാളം ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ലോകം മുഴുവൻ അടയാളം അന്വേഷിച്ച് നടക്കുക. എത്രമാത്രം ക്രൈസ്തവരെയാണ് കൊന്നൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നൈജീരിയയിൽ ആഭ്യന്തര കലാപം അഴിച്ചുവിട്ട് ഒരു ദൈവവചന പ്രഘോഷകനെ അടക്കം 20 ക്രൈസ്തവ കുടുംബങ്ങളെ കൊന്നൊടുക്കി. ആഭ്യന്തര കലാപം എന്ന് പറയുന്ന പേരാണ്, ആഭ്യന്തര കലാപത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞ പേരാണ്. പക്ഷെ ക്രൈസ്തവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് തീവ്രവാദികളുടെ ഉത്തരം. സിറിയയിൽ തന്നെ എത്ര ആയിരക്കണക്കിന് ജനങ്ങളെയാണ് തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനമുള്ളത് ക്രൈസ്തവരാണ്. ക്രൈസ്തവരെ കൊന്നൊടുക്കിയിട്ട് ചിലർ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അവരടയാളം അന്വേഷിക്കുന്നത്. ഭാരതത്തിന്റെ 29 സംസ്ഥാനങ്ങൾക്ക് എത്ര ആയിരക്കണക്കിന് ദൈവമക്കളെയാണ് ക്രൂരമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്?
എത്ര പേരെയാണ് സ്വന്തം നാട് വിലക്കി, ദേശം ഉരുവിലക്കി അവരെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടത്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലൊക്കെ നടക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ദൈവമക്കളെയും ക്രൈസ്തവ മിഷണറിമാരെ, അനവധി ക്രൈസ്തവ മിഷണറിമാർ, പുരോഹിതന്മാരെ, കന്യാസ്ത്രീകളെ, ക്രൈസ്തവ വിശ്വാസത്തിന് പേരിൽ അനവധി ക്രൈസ്തവ വിശ്വാസത്തെ കൊന്നൊടുക്കുന്ന തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികളോട് പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പലതിനെക്കുറിച്ചും ചിന്തിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയും നിങ്ങൾ അടയാളം ചോദിച്ചും ദൈവസഭയും ദൈവജനതയും ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ഇതങ്ങനെ ചത്തൊടുങ്ങുന്ന കൂട്ടമല്ല, ചത്തൊടുങ്ങി പോകുന്നതല്ല. നിങ്ങൾ കൊല്ലും തോറും ഇത് വളർന്നുകൊണ്ടിരിക്കും. പ്രൈസറോ, നിങ്ങൾക്കാകുന്നത് നിങ്ങൾ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്കൊരിക്കലും സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ രാഷ്ട്രം പണിയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കരങ്ങളെല്ലാം രക്തം പുരണ്ട കരങ്ങളാണ്. നിങ്ങളിരിക്കുന്ന അധികാരത്തിന്റെ കസേരകൾ മുഴുവൻ രക്തം ചൊരിയപ്പെട്ടവരുടെ വലിയ ശാപങ്ങൾ കൊണ്ട് പറയപ്പെട്ടതാണ്. ആയിരക്കണക്കിന് ക്രൈസ്തവ ജനത്തെ കൊന്നൊടുക്കി അതിന്റെ പേരിൽ അധികാരത്തിന്റെ സീമയിലിരുന്ന റോമ നഗരത്തിന് തീപിടിച്ചപ്പം നീറോ ചക്രവർത്തിക്ക് വീണ വായിച്ചെന്ന് പറഞ്ഞ പോലെ അനവധി ക്രൈസ്തവരെ കൊന്നൊടുക്കുമ്പോൾ അല്ലേറിയ അതിന്മേൽ അധികാരത്തിന്റെ കസേരയിരുന്ന് സുഖിക്കുന്നവർ. ഒരു കണക്ക് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഹിറ്റ്ലറുടെ കാലഘട്ടം പോലെയാണ്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അനേകമതി ക്രൈസ്തവരെ കൊന്നൊടുക്കി. അതുപോലൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ എത്തി നിൽക്കുന്നത്. ദൈവം അടങ്ങിയിരിക്കും നിങ്ങൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ലോകരാജ്യങ്ങളിൽ വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചാൽ അതിനെ തടയുവാൻ ഈ ഉലകത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ അണുബോംബുകൾക്കും അണുവായുധങ്ങൾക്കും ഇവിടുത്തെ പീരങ്കികൾക്കും മിസൈലുകൾക്കും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യാതൊരു യുദ്ധായുധങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ കരത്തെ തൊടുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ക്രൈസ്തവ വിശ്വാസത്തെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചാൽ അതിനെതിരെ ക്രൈസ്തവർ പ്രതികരിക്കുന്നില്ല. പക്ഷെ എന്നെ പ്രതികരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. യേശു ക്രിസ്തുവിന്റെ പരശുശ്രൂഷ സമയത്ത് യേശുവിനെ കുടുക്കുചൂത്യത്തിലൂടെ ഒടുക്കിക്കളയുവാൻ അന്നത്തെ പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും അന്നത്തെ മഹാപുരോഹിതന്മാരടക്കം അവർ പല തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷെ യേശുവിനെ കൊന്നൊടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. യേശു തന്റെ ശുശ്രൂഷ 3.5 വർഷം നിവർത്തിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം പാപത്തിന്റെ പരിഹാരത്തിന്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ മരിച്ചു. അപ്പൊ യേശുവിനെ ആരും കൊന്നു എന്ന് അവകാശപ്പെടണ്ട. കാരണം തിരുവെഴുത്ത് മുന്നമേ പറഞ്ഞിരുന്നു, മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കണം. അതിനുവേണ്ടി യേശുവിന്റെ ക്രൂശിൽ മരിച്ചു. പാപത്തിന്റെ പരിഹാരമായി പാപികൾക്ക് മാനസാന്തരം, രക്ഷ കൊടുക്കുവാൻ, അവരെ പാപം സ്വതന്ത്രമാക്കുവാൻ നിൽക്കാൻ വേണ്ടി. അങ്ങനെ യേശു മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല. മരിച്ച് കല്ലറയ്ക്കകത്ത് ഒരുപടി മണ്ണായി കിടക്കുന്നവനല്ല യേശു. ഹല്ലേലൂയ. ഈ കല്ലറയ്ക്കകത്ത് ദ്രവിച്ചു കിടക്കുന്ന ദ്രവത്വം കണ്ടവനല്ല യേശു. ദ്രവത്വമായത് അദ്രവത്വമായത്, ദ്രവത്വത്തെ ജയിച്ച് അദ്രവത്വമായവൻ. മരിച്ചുപോയവനല്ല, മരണത്തെ ജയിച്ച് അമർത്യമായത്. മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവൻ. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ഏക വ്യക്തി യേശുക്രിസ്തു മാത്രം. ആ യേശുക്രിസ്തുവിനെ തന്റെ ശിഷ്യന്മാരെയും ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നവർ പറയട്ടെ, നിങ്ങൾ അധികാരത്തിന് വേണ്ടി എത്ര രൂപയുടെ രക്തം ചൊരിഞ്ഞിട്ടാണ് അധികാരത്തിന്റെ കസേരയിൽ തിന്നു പുളച്ച് മതിച്ച് നടക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ പരീശന്മാരും സദൂക്യരും അടയാളം ചോദിക്കുക. ഇന്നത്തെ ആളുകളും അത് തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പ്രൈസ്. അപ്പൊ യഹൂദന്മാർ എപ്പോഴും അടയാളങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. അവനെ പരീക്ഷിക്കും വിധം ആകാശത്ത് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് ചോദിച്ചു. നിങ്ങളും അപ്രകാരം അടയാളം ചോദിക്കുന്നവരാണോ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുടുക്കിയുവതിൽ കുടുക്കുവാൻ വേണ്ടി അടയാളം ചോദിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങളും ഇങ്ങനെ അടയാളം ചോദിച്ച് നടക്കുന്നവരാണോ? പ്രൈസ്. ഇന്ന് പലരും ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ ക്രൂസൈഡുകൾക്കകത്ത്, കൺവെൻഷനുകൾക്കകത്ത്, ഞങ്ങളുടെ മീറ്റിങ്ങുകൾക്കകത്ത് അനവധി ആളുകൾ വരാറുണ്ട്. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന പലരും വരുന്നുണ്ട്. അവർ വരുന്നതെല്ലാം അടയാളം കാണാൻ വേണ്ടിയിട്ടാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ വന്നവരെല്ലാം പരാജിതരായിപ്പോയി.
അങ്ങനെ പരാജിതരായി മാറുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രതികാരമുണ്ടാകും. എന്നാൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസിദാസനും ദൈവമക്കളും അടയാളം അന്വേഷിച്ച് നടക്കുന്നവരല്ല. ഹല്ലേലൂയ. കർത്താവ് അവരെ ഒരു അടയാളമായി ഇവിടെ വെച്ചിരിക്കുക. ദൈവത്തിന്റെ ദാസിദാസന്മാർ ദൈവത്തിന്റെ സഭയെ ഒരു അടയാളമായിട്ട് ദൈവം ഇവിടെ വെച്ചിരിക്കുക. എന്നിട്ടും അടയാളം ചോദിച്ച് നടക്കുകയാണ് ജനം. അല്ലെങ്കിൽ അടയാളം ചോദിച്ച് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം വരും 12-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. ലേരിയ ഇവിടെയും പറയാണ്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഇച്ഛിക്കുന്നു. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, 2-3 പ്രാവശ്യം പറയാം, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഞാൻ ചാവക്കാട് കടപ്പുറത്ത് സുവിശേഷ പ്രതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ടൂറിസ്റ്റുകളായിട്ട് വന്ന കുറെ ആളുകൾ അവിടെ വന്നിറങ്ങി. അപ്പോൾ അവർക്ക് ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു ബിരുദൻ ലേരിയ എന്റെ അരികിൽ വന്നു. അദ്ദേഹം എന്റെ കയ്യിൽ നിന്ന് ട്രാക്റ്റുകളും യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകമൊക്കെ വാങ്ങി, കൂടെ വന്ന് പല്ലും വാങ്ങി. എന്നിട്ട് അദ്ദേഹം എന്നെ ഒരു ചോദ്യം ചോദിച്ചു. യേശു കടലിന്മേൽ നടന്നല്ലോ, താങ്കൾക്ക് നടക്കാൻ കഴിയുമോ? താങ്കൾ കടലിന്മേൽ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞു, കടലിന്മേൽ ഞാൻ നടന്നിട്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണ്ട. 2000-ലധികം വർഷമായി കർത്താവ് യേശു ക്രിസ്തു സുവിശേഷം ലോകമെമ്പാടും ജനമേറ്റെടുത്ത് കോടിക്കണക്കിന് ജനങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് മരിച്ചുപോയി നിത്യതയിലുണ്ട്. അനവധി കർത്താവിന് വേണ്ടി ഇന്ന് വേല ചെയ്യുന്ന അതിലൊരുവനാ ഞാൻ. നിങ്ങളുടെ മുമ്പിൽ ഒരു സാഹസ്യം കാണിക്കാനല്ല ഞാൻ വന്നത്, ഞാൻ സുവിശേഷം അറിയിക്കാനാണ് വന്നത്. യോഹന്നാനാൽ യോർദാനിൽ സ്നാനമേറ്റ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ പരീക്ഷകൻ 1, 2, 3 കുടുക്ക് ചോദ്യങ്ങളുടെ യേശുവിനെ കുടുക്കുവാൻ ശ്രമിച്ചു. അവനെ പരീക്ഷിച്ചു. അവിടെയെല്ലാം പരീക്ഷകൻ സാത്താൻ പരാജയപ്പെട്ടു. യേശു വിജയശ്രീലാളിതനായി. ഞാൻ ആ സഹോദരൻ ഇത് തന്നെയാണ് യേശുവിന്റെ കാലത്ത് നടന്നത്. നിങ്ങൾ എന്നോട് കടന്മേ നടക്കാൻ പറയുമ്പോൾ യേശുവിനെ കുടുക്ക് ചോദ്യത്തിലൂടെ കൊടുക്കാൻ ശ്രമിച്ച സാത്താന് ശക്തിയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ദൈവോത്തര ഭാഗം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങ് രോഷാകുലനായി. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ രോഷാകുലനായി മാറേണ്ട കാര്യം. ദൈവവചനങ്ങൾ സൗമ്യത കേൾക്ക്, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ ഒട്ടും പഠിക്കാതെ പറഞ്ഞു. അവസാന സഹോദരൻ വളരെ മാന്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി പോയി. അദ്ദേഹം ചോദിച്ച അടയാളം തെരഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ പരീശന്മാരും സദൂക്കരും ആമിലലി അതുപോലെ ന്യായശാസ്ത്രിമാരും അടങ്ങുന്ന വലിയൊരു സംഘം യേശുവിനെ കുടുക്കുവാൻ ചോദിച്ചതുപോലെ പലരും നമ്മുടെ നേരെ വരും കേട്ടോ. അല്ലേല് അവരെ കുറിച്ച് പറയുന്നതാണ് ദോഷവും വ്യഭിചാരമുള്ള തലമുറ. അടയാളം ചോദിച്ച് നടക്കുന്ന, അടയാളം അന്വേഷിച്ച് നടക്കുന്നവരെ കുറിച്ച് പറയുന്നത് ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നുവെന്നാണ്. അത് തന്നെ ഇന്നും നടക്കുന്നത്. ലേരിയ അപ്പൊ ഇവിടെ യേശു പറയും, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളമില്ല. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. ഇത് തന്നെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിച്ചത്. എന്താണ് ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു? യോന പ്രവാചകൻ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനിയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. ലലിയ ഇത് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ യേശുക്രിസ്തു ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കുമെന്ന് പറഞ്ഞത് ഈ പരീശന്മാർക്കും ഈ സദൂക്യ ശാസ്ത്രിമാർക്കും മനസ്സിലായില്ല. എന്താണ് യേശു പറഞ്ഞതിന്റെ ലക്ഷ്യം? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തന്റെ മരണപുനരുത്ഥാനത്തിനെ കുറിച്ച് സദൃശ്യമാക്കിയതാണ്. യോന കടലാന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതിനോടാണ് യേശു ഇവിടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം പക്ഷെ യേശു 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരുന്നുവോ എന്നുള്ള ഒരു സംശയം പലരും ഉന്നയിക്കാറുണ്ട്. ആ സംശയം ഒരളവ് വരെ ശരിയുമാണ്. കാരണം വെള്ളിയാഴ്ച വൈകുന്നേരം സംസ്കരിക്കപ്പെട്ട യേശു ഞായറാഴ്ച അതിരാവിലെ ഉയർത്തെഴുന്നേറ്റല്ല 3 രാവും 3 പകലും എന്ന്
പ്രയോഗം ആക്ഷരികമായി ശരിയല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമുക്ക് നേരെ കടന്നു വരും. പക്ഷെ ദൈവത്തിന് വചനം 3 രാവും 3 പകലും എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ അക്കാലങ്ങളിൽ നിലവിലിരുന്ന ഒരു ശൈലിയാണ്. ഹല്ലേലൂയ. ആ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് 3-ാം ദിവസം വരെ എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ്. ഉദാഹരണമായി എസ്തേർ 4:15 ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ എന്ന്. അല്ലെങ്കിൽ അവിടെ എസ്തേർ പുസ്തകം 4:16-15 വായിച്ചാൽ കാണാൻ കഴിയും. എന്നിട്ട് പറയാണ്, 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിന്റെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് എന്നാണ്. അപ്പൊ 3 രാവും 3 പകലും കഴിഞ്ഞാൽ 4-ാം ദിവസം മാത്രമേ രാജസന്നിധി ചെല്ലുവാൻ കഴിയുള്ളൂ. അതുപോലെ 3 രാവും 3 പകലും കല്ലറയുടെ ഉള്ളിൽ ഇരിക്കും എന്നാണ് യേശു പറഞ്ഞുവെങ്കിലും ഹല്ലേലൂയ, 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാനാണ് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ചില കുടുക്കു ചോദ്യങ്ങളുമായി ദോഷവും വ്യഭിചാരമുള്ള ഒരു തലമുറ സുവിശേഷത്തെ അട്ടിമറിച്ച് കളയുവാൻ, അങ്ങനെ വേണം പറയാൻ. കാരണം പലതിനെ അട്ടിമറിക്കുന്ന പോലെ സുവിശേഷത്തെ അട്ടിമറിച്ച് കളയാൻ വേണ്ടി ഒരു കൂട്ടം ജനം ഇറങ്ങിയിട്ടുണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രൈസ്. സുവിശേഷത്തെ തകർക്കുവാൻ, ദൈവസഭയെ തകർക്കുവാൻ, ക്രിസ്തുവിന്റെ സന്ദേശത്തെ തകർക്കുവാൻ കഴിഞ്ഞ 2000 വർഷമായിട്ട് പല ശക്തികളും പല രാജ്യങ്ങളും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇന്നുവരെ ആർക്കും തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കർത്താവ് അവരെ തകർത്തിട്ടുണ്ട്. ദൈവസഭയ്ക്ക് വിരുദ്ധമായി എവിടെയെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം ക്രൈസ്തവരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ, ആ രാജ്യങ്ങൾ, ആ സംസ്ഥാനങ്ങൾ, ആ ദേശങ്ങളെല്ലാം വളരെ ന്യായവിധിയോടെ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവസഭയെ, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ക്രൈസ്തവ മിഷന്മാരെ കൊന്നൊടുക്കുന്ന ക്രൈസ്തവ കന്യാസ്ത്രീകളെ അവരുടെ വസ്ത്രം വലിച്ചുവരെ നീചമായി ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തും ക്രൈസ്തവരെ ക്രൈസ്തവ പുരോഹിതന്മാരെ നഗ്നരാക്കി ജയിലടച്ചും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യ ആവശ്യപ്പെട്ടും അവരെ കൊന്നുകളഞ്ഞും അല്ലെങ്കിൽ സന്തോഷത്തിമർത്തിന്റെ ആർപ്പിൽ അട്ടഹസിക്കുന്ന എന്നെ കേൾക്കുന്ന സകല തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദവും പറയട്ടെ, ദൈവത്തിന്റെ കരം ചലിക്കുവാൻ സമയമായി. ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ തൊടുവാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഈ ഇങ്ങനെയൊക്കെ മറ്റു ചില സംഭവം, അത് ദൈവവചന പ്രകാരം കർത്താവ് നിങ്ങളോട് പറഞ്ഞത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയിൽ അനവധി കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ജനമെല്ലാം കൂടെ കല്ലെറിഞ്ഞു. ഹല്ലേലൂയ. കല്ലെറിഞ്ഞ് പട്ടണത്തിന് പുറത്ത് അവനെ വലിച്ചിഴച്ചുകൊണ്ട് ഇഴച്ചു കളഞ്ഞു. ശിഷ്യന്മാർ അവന് ചുറ്റും നിന്നു. അവൻ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് അവൻ അവിടുന്ന് പൗലോസ് വീണ്ടും ശുശ്രൂഷ ആരംഭിച്ചു. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 14:22 മുകളിലോട്ട് ഒന്നിന്റെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. എന്നിട്ട് പൗലോസ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. അതെ, വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ അനേക കഷ്ടങ്ങൾ കൂടെ ദൈവസഭ കടന്നു പോകേണ്ടിയിരിക്കുന്നു, ക്രൈസ്തവ സമൂഹം കടന്നു പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ഉപദ്രവവും പീഡകളും കടന്നു വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. ദൈവം അത്ഭുതം ചെയ്യുവാൻ, ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാൻ സമയമായി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അടയാളം അന്വേഷിക്കുന്ന ഒരു തലമുറ ഇന്നും സമൂഹത്തിൽ നിൽക്കുക. ഇവിടെ ഇന്നും ജനങ്ങൾ ആകാശത്തുനിന്ന് അടയാളങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല മാസം, നല്ല ദിവസം. ഹല്ലേലൂയ. ഇന്ന് ജനങ്ങൾ നല്ല മാസം, നല്ല ദിവസം, നല്ല മണിക്കൂറുകൾ ഒക്കെ അന്വേഷിക്കുക. അവരതിനെ ഗണിച്ചു നോക്കുന്നു, കണക്കുകൂട്ടി നോക്കുന്നു, മറ്റുള്ളവരോട് പോയി ചോദിക്കുന്നു. രാഹുകാലവും ഗുളികാലവും നക്ഷത്രഫലങ്ങളും ജാതകവും കൈനോട്ടവും ഹസ്തരേഖയും മുഖലക്ഷണവും പക്ഷിശാസ്ത്രവും കബഡിയും എന്ന് വേണ്ട സകലവും അനവധി ജ്യോത്സ്യന്മാരിലൊരിക്കലും കടന്നുപോയി മനുഷ്യൻ നല്ല സമയങ്ങളെ, നല്ല കാലങ്ങളെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. യാത്ര പുറപ്പെടും മുമ്പ് കണി കണ്ടു പോകാൻ വീട്ടിൽ നിന്ന് മക്കളെ ചില ഇറക്കി വിടും. ചിലർ പശുവിനെ കണ്ടിട്ട് പോകും. ചിലർ ആൾക്കാരെ കണ്ട അന്നത്തെ യാത്ര ഒഴിവാക്കും. പൂച്ച വിലങ്ങൻ ചാടിയാൽ, പട്ടി വിലങ്ങൻ ചാടിയാൽ ചിലര് അന്ന് ശബരപ്പുഴയെന്ന് പറഞ്ഞ് മാറിപ്പോകും, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞു പോകും. അങ്ങനെ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ യേശു ക്രിസ്തുവിനെ കുറിച്ച് അടയാളം ചോദിച്ചതുപോലെ ഈ നാളുകളിലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള അടയാളങ്ങൾ
അന്വേഷിച്ച് മനുഷ്യൻ വീർപ്പുമുട്ടുകയാണ്. അന്ധവിശ്വാസത്തിന്റെ അധീനതയിലേക്ക് മനുഷ്യൻ ചെന്നതുകൊണ്ട്, മനുഷ്യൻ അന്ധവിശ്വാസികളായി മാറിയതുകൊണ്ട്, ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ച് സകല ജലാചരങ്ങളെ സൃഷ്ടിച്ച് ഭൂമിയിൽ വീണ്ടുന്ന സകല വൃക്ഷലതാദികളെ സൃഷ്ടിച്ച് അല്ലേരിയ ഭൂമിയിൽ അല്ലേ സകലം അമേലിയ പക്ഷിജീവികൾ പക്ഷിപ്രവജാതികളെയും കാട്ടിലും നാട്ടിലും എല്ലാ മൃഗങ്ങളെയും ആറ്റിലെ മത്സ്യങ്ങളും സകലത്തെ സൃഷ്ടിച്ച് ആകാശത്തെയും ഭൂമിയും വേർതിരിച്ച് കടലിനെയും കരയും വേർതിരിച്ച് അല്ലേരിയ കടൽ കരയെ മൂടാതവണ്ണം മണൽ കൊണ്ട് അതിർവരം വിട്ടവൻ അല്ലേരിയ സകലത്തിനും ആഹാരം കൊടുക്കുന്നവൻ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് മതത്തിന്റെ ആഹാരം കൊടുക്കുന്നവൻ, രാവും പകലും തരുന്നവൻ, സൂര്യനും ചന്ദ്രനെയും നൽകുന്നവൻ, ആകാശവിധാനത്തിൽ കൂടാനുകൂടി നക്ഷത്ര ഗാലക്സികളെ വിരിച്ച് പ്രകാശം വരുത്തുന്നവൻ, സകല മനുഷ്യനും ശ്വാസം തരുന്നവൻ, അല്ലെങ്കിൽ സർവശക്തനായ സർവജ്ഞാനിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കാതെ ഇന്ന് നിങ്ങൾ അടയാളം തിരഞ്ഞ് നടക്കുകയാണ് ശ്രോതാവേ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതം നിങ്ങൾ പഠിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾ അടയാളം മനുഷ്യന്റെ സകലത്തിന് സൃഷ്ടിച്ച ദൈവം. ഇതൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനും യഹോവയായ ദൈവത്തിന്, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം, പുതിയ നിയമത്തിലും യേശുക്രിസ്തു, ഇത് കർത്താവിന് മാത്രം അവകാശപ്പെടാൻ പറയുന്ന കാര്യങ്ങളാണ്. അല്ലേലിയ. എന്നിട്ടും ഇത്രമാത്രം ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടിട്ടും നിങ്ങളിന്നും അടയാളം തിരയുന്നു. യേശു കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അല്ലേലിയ, സ്തോത്രം. യായിറോസിന്റെ മകൾക്ക് ജീവൻ കൊടുത്തു. രാജഭൃത്തിന്റെ മകനെ സൗഖ്യമാക്കി. ലാസറിനെ ഉയർപ്പിച്ചു. നൈയിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചു. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. ഭൂതഗസ്തിനെ പുറത്താക്കി രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തിട്ടും എന്നും അടയാളം അന്വേഷിച്ച് നടക്കുന്ന ഒരു കൂട്ടം ജനം. ഈശ്വരോ അല്ലേലിയ. ഇനി എന്നാണ് നിങ്ങളുടെ ഹൃദയം തുറക്കുക, നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കുന്നത്? അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതി വെച്ചത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളെ മനസ്സ് കുരുടാക്കി. കണ്ടോ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് സാത്താനാ. ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ് സോട്ടൻ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന സാത്താൻ എന്ത് ചെയ്തു? അവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ പരീശന്മാരെ പോലെ, സദൂക്യരെ പോലെ, ശാസ്ത്രന്മാരെ പോലെ, അന്നത്തെ മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിൽ പോലെ അവിശ്വാസികളായിരിക്കും ഒരു കൂട്ടം ജനത്തിന്റെ ഹൃദയത്തെ കുരുടാക്കി, മനസ്സ് കുരുടാക്കി. അല്ലേലിയ. ദൈവപ്രവിശ്വന്റെ പ്രകാശം ശോഭിക്കാതിരിക്കുക അവിശ്വന്റെ മനസ്സ് ഈ ലോകത്തെ ശക്തി കുരുടാക്കി. അവരാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചോദിച്ച് നടക്കുന്നത്. അവരാണ് ദൈവസഭയ്ക്ക് ഭീഷണി ഉയർത്തുന്നത്. അവരാണ് ദൈവജനത്തെ ക്രൂരമായി ഉപദ്രവിക്കുന്നത്. ലേലുയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തിന്റെ വചനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവവചനം നിത്യജീവനാണ്. മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നവനാ. പാപികൾക്ക് മാനസാന്തരം നൽകുന്നതാണ്. നമ്മുടെ മുറിവുകളെ കിട്ടുന്നതാണ്. ശാപത്തെ മാറ്റുന്നതാണ്. പാപത്തെ നമ്മെ വിടിവിക്കുന്നതാണ്. നമുക്ക് നിത്യജീവൻ നൽകുന്നതാണ്. സ്വർഗരാജ്യത്ത് പ്രവേശനം നൽകുന്നതാണ്. പ്രത്യാശ നൽകുന്നതാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിന് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ നാവിന് അണ്ണാക്കിന് മധുരമാണ്. തേനേക്കാളും മധുരമേറിയതാണ്. ദൈവത്തിന്റെ വചനം ശ്രേഷ്ഠമാണ്. ആരുടെയെല്ലാം പക്കൽ ദൈവവചനമുണ്ടോ, ആരുടെയെല്ലാം വീട്ടിൽ ദൈവവചനമുണ്ടോ, നിങ്ങളത് വായിച്ച് ഗ്രഹിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, യേശുവിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൽ നേരിടുന്ന ശാപങ്ങൾ, പാപങ്ങൾ, ബന്ധനങ്ങൾ, ആവിചാരം, മന്ത്രവാദ, കൂടോദ, ശൂദ്രശക്തികൾ നിന്റെ ഭവനത്തെ വിട്ടോടിപ്പോകും. അല്ലേലിയ. അതുകൊണ്ട് ഈ യാക്കോബ് പറഞ്ഞു, ദൈവത്തിന് കീഴടങ്ങുവിൻ. അല്ലേലിയ. ദൈവത്തിന് കീഴടങ്ങുവിൻ, എന്നാൽ സാത്താൻ നിങ്ങൾ വിട്ടോടിപ്പോകും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്നും നീ അടയാളം അന്വേഷിച്ച് നടക്കാതെ സർവശക്തനും സർവവ്യാപി സർവജ്ഞാനിയുമായിരിക്കുന്ന, സകലത്തെ സൃഷ്ടിച്ച, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരെയും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവനുമായ കർത്താവായ യേശുക്രിസ്തു വചനമായിരുന്നവൻ, ജഡരൂപമെടുത്തവൻ, മനുഷ്യ സാദൃശ്യത്തിലെ ഭൂമിയിലേക്ക് വന്നവൻ, മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരണം വരിച്ചവൻ, കല്ലറയ്ക്കുള്ള ഉയർത്തി സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുന്ന
ഹല്ലേലൂയ. തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം ശക്തമായി വിളിച്ചു പറയുമ്പോൾ, ഇന്ന് നിങ്ങൾ ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരിയുന്നൊരു അടയാളം തിരിഞ്ഞ് നടക്കാതെ ശ്രോതാവേ, യേശുവിന് നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് ഇതിലൊക്കെ നിങ്ങൾ എന്താ പഠിക്കാനുള്ളത്? അടയാളം തിരഞ്ഞ് നടക്കുക ഇന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ആകാശത്തേക്ക് നോക്കിയ 3 മുഖ്യ സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. യേശു ക്രിസ്തു ആകാശത്തേക്ക് നോക്കിയ 3 മുഖ്യ സന്ദർഭങ്ങൾ. അതിൽ ഒന്ന്, ഹല്ലേലൂയ, വിശന്നിരിക്കുന്നവർക്ക്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത്. 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. 14-ാം അധ്യായം 19-ാം വാക്യം വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ പുരുഷാരം, ഹല്ലേലൂയ, പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ടം നിറച്ചെടുത്തു. തിന്നവര് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അപ്പൊ ഈ തന്നോടൊപ്പം നടക്കുന്ന വലിയ പുരുഷാരത്തിന് വിശന്നപ്പോൾ അവർക്കെല്ലാം ആഹാരം കൊടുക്കുവാൻ ശിഷ്യന്മാരുടെ കയ്യിലുള്ള പണം കൊണ്ട് തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാവരെയും പറഞ്ഞു വിട്ട് അവർക്ക് വിടുന്ന ഭക്ഷണം വാങ്ങി വരുവാൻ കഴിയാത്തത് കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ബാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അത് യേശുവിന്റെ കൊടുത്തപ്പോൾ യേശു സ്വർഗത്തേക്ക് നോക്കി അതിനെ വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് ഈ മഹാത്ഭുതങ്ങളെ ചെയ്തിട്ടും ഇന്നും ഈ ജനം പറയാ, ആകാശത്തിനൊരു അടയാളം കാണിച്ചു തരണം. 5 അപ്പം കൊണ്ട് 2 മീനുകളും 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുട്ടികളും തിന്ന് തൃപ്തായി 12 കുഷ്ഠം നിറച്ചെടുത്ത ഇത്ര വലിയ അത്ഭുതം കണ്ടിട്ടും അടയാളം കണ്ടിട്ടും ഇനി എന്ത് അടയാള വസ്തുവാണ് ഇതിനെ കാണേണ്ടത്? അതുകൊണ്ടാണ് യേശുവിന്റെ പുറം ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സഹോദരൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 4 സുവിശേഷന്മാരും ഈ വലിയ വ്യത്യാസമില്ലാതെ എഴുതിയിരിക്കുന്ന ഏക അതിശയം ഇതാണ്. യോഹന്നാൻ 6:1 തിബരിയാസ് എന്ന കടലിന്റെ അക്കരയ്ക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഹെരോദ അന്തിപ്പാസ് പണിത ഈ പട്ടണം റോമൻ ചക്രവർത്തിയായിരുന്ന തിബരിയാസിന്റെ പേര് നൽകി ആദരിച്ചു. അതുകൊണ്ടാണ് ഗലീല കടൽ എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിലാണ്, ആ മേഖലയിൽ യാത്രയിലാണ്, ഷൂട്ടിലാണ് ഇവർക്കും വിശന്നതും. യേശു 5 അപ്പം കൊണ്ട് 5000. പിന്നെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ 7 അപ്പം കുറച്ച് ചെറിയ മീനും കണ്ട് 4000 പേരെ എല്ലാവരെയും പോറ്റിയതും 7 വട്ടി നിറച്ചെടുത്തതും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇത്ര മാത്രം അടയാളം കണ്ടിട്ടും ഇന്നും ജനം പറയുക, ഗുരു നീ ഒരു അടയാളം കാണിച്ചു തരണം, ആകാശത്തൊരു അടയാളം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അടയാളം തിരഞ്ഞ് നടന്നതിന്റെ ജീവിതം നീ തകർത്ത് കളയാതെ നീ മാനസാന്തരം മടങ്ങുക. ഞങ്ങൾക്ക് പറയുവാനുണ്ട്, ഞങ്ങളുടെ സുവിശേഷീകരണത്തിൽ, ഞങ്ങളുടെ ദൈവജന ഘോഷണത്തിനകത്ത് ഞങ്ങൾ ദേശത്ത് സുവിശേഷമായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനവധി രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അനവധി ഹോസ്പിറ്റലുകൾ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്, അനവധി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനവധി മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തകർന്ന തരിപ്പണമായി കിടന്ന, കടബാധ്യത നിറയപ്പെട്ട് കിടന്ന, മരണം മാത്രം മതി ആത്മഹത്യക്ക് വേണ്ടി എല്ലാ തയ്യാറെടുപ്പോടും കൂടിയിരുന്ന, വിഷം കൊടുത്ത് അപ്പനും അമ്മയും മരിക്കാതിരുന്ന, ഹല്ലേലൂയ, ഒരു മുഴം കയറിൽ കെട്ടിഞ്ഞാന്ന് മരിക്കുവാൻ, വാഹനത്തിന് മുമ്പ് ചാടുവാൻ, വെള്ളത്തിൽ ചാടി മരിക്കുവാൻ, ജീവിതം എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയാൻ ശ്രമിച്ച പലരുടെയും ഒരിക്കൽ സുവിശേഷം എത്തിക്കഴിഞ്ഞപ്പോൾ അവർ മരണം നീക്കി ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ വചനം പലരുടെ ഉള്ളിലും എത്തിക്കഴിഞ്ഞപ്പോൾ, ജീവന്റെ സുവിശേഷം പലരോടും പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ പ്രത്യാശ വന്നു, സന്തോഷം വന്നു. അവർ ക്രിസ്തുവിനെ രക്ഷകനായി പിതാവായി സ്വീകരിച്ചു. അവരൊക്കെ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. കടങ്ങൾ മാറി, ബാധ്യതകൾ മാറി, കുടുംബമായി സമൃദ്ധിയായി സന്തോഷം ജീവിക്കുന്ന എത്രയോ ആളുകളെ വേണമെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാം, എത്രയോ ശുശ്രൂഷകന്മാരെ വേണമെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പരീശന്മാരെ സദൂക്യരും അടയാളം അന്വേഷിച്ച് നടന്നതുപോലെ ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച് അത്ഭുതങ്ങൾ അടയാളം അന്വേഷിച്ച് നടക്കാതെ യേശു ചെയ്ത അടയാളങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവന് വേണ്ടി ഹൃദയം കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറി, ബന്ധനങ്ങൾ അഴിഞ്ഞ് നിനക്ക് നിത്യമായ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. അല്ല, നീ അടയാളം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം എന്നും തകർന്നുകൊണ്ടിരിക്കും. രക്തച്ചെയ്യും ഇത് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, തകർന്ന് കലങ്ങിയ മനസ്സുമായി ജീവിതം മുന്നോട്ട് കടന്നു പോവുകയാണോ?
പല വാതിലുകളും പല വഴികളും മുട്ടിയിട്ടും പല വഴികളിൽ നീ യാത്ര ചെയ്തിട്ടുണ്ട്. നിനക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ലാതെ മതി, ഇനി ജീവിക്കേണ്ട, ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് നിരാശയുടെ നടുവിലാണോ നീ കടന്നു പോകുന്നത്? വിവിധമായ ശാപങ്ങൾ, പാപങ്ങൾ നിന്റെ കുടുംബത്തെ അലട്ടുകയാണോ? മാരകമായ രോഗത്തിന് നീ അടിമപ്പെട്ട് കിടക്കുകയാണോ? മരണകരമായ വേദനയിൽ, മരണകരമായ മുറിവ് കൊണ്ട് നീ സങ്കടപ്പെടുകയാണോ? ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പരീക്ഷന്മാരെ ശത്രുക്ക് അടയാളം അന്വേഷിച്ച് നടന്നതുപോലെ നീ അടയാളം അന്വേഷിച്ച് നടക്കാതെ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ അവൻ മതിയായവനാണെന്ന് നീ ഹൃദയം കൊണ്ട് യേശുവിനെ പിതാവായി സ്വീകരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ എല്ലാ കഷ്ടങ്ങളും മാറും. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി മാറും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിന്റെ കുടുംബം ഇന്ന് ഇരുളിന്റെ നടുവിലല്ലേ? വെളിച്ചം വീശുവാൻ വേണ്ടി നീ പലർക്കും മുട്ടിയില്ലേ? എന്നിട്ട് നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശാതെ, വെളിച്ചം വരാതെ ഇന്ന് നിന്റെ കുടുംബം ഇരുളടഞ്ഞ് കിടക്കുകയല്ലേ? ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്റെ കുടുംബത്തിൽ നടക്കുന്നത്. ഇരുൾ എന്ന് പറയുന്നത് സാത്താൻ ശക്തി കൊണ്ടുവരുന്നതാ. വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് വരുന്നതാ. ഇന്നും നിന്റെ കുടുംബത്തെ ഇരുൾ വ്യാപരിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഇരുളായി. കണ്ണിനകത്ത് ഇരുട്ട് കയറുന്നത് പോലെ നിന്റെ ജീവിതം മുഴുവൻ ഇരുട്ട് കയറി. എന്ത് ചെയ്യണമറിയാതെ കുരുടൻ തപ്പി നടക്കുന്നത് പോലെ നീ തപ്പി നടക്കുകയല്ലേ? കണ്ണുണ്ടായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടവനെ പോലെ ഇരുളിന്റെ ആധിപത്യം നടക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ നീ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിലേക്ക് മടങ്ങുക. നിന്റെ കുടുംബത്തിനകത്ത് ഇരുട് മാറ്റി നിന്റെ കുടുംബത്തിൽ ദൈവം പ്രകാശം തരും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ജഡിക സുഖങ്ങൾക്ക്, മദ്യത്തിനും മയക്കുമരുന്നിനും ഇവിടുത്തെ ജഡികമായ ഉന്മാദങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കുന്ന വ്യക്തിയാണോ? ഇവിടുത്തെ ഇംഗിതങ്ങൾക്ക് വേണ്ടി ജഡത്തിന്റെ മോഹങ്ങൾ, ആശകൾ, ആഗ്രഹങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവത്തെ മറന്ന്, ദൈവനിരത്തെ മറന്ന്, സൃഷ്ടാവിനെ മറന്നിട്ട് ജഡത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെട്ടാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഇന്ന് പകൽ വാദപ്രതിവാദങ്ങൾക്ക്, തർക്കങ്ങൾ, സംവാദങ്ങൾക്കും വേണ്ടി നിൽക്കാതെ മടങ്ങി വന്ന് അടയാളം അന്വേഷിക്കാതെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എത്തച്ചേർ എന്റെ കുടുംബത്തിന്റെ കഷ്ടമൊന്നും മാറും. പ്രൈസ് ദി ലോർഡ്. പലരും ജീവിതത്തിൽ നിരാശിതരാ. മനുഷ്യൻ പലവിധത്തിലും നിരാശിതരും ദുഃഖിതരുമാണ്. സന്തോഷമില്ല, സ്വസ്ഥതയില്ല. ഒരു കുടുംബത്തിൽ പോലും സമാധാനമില്ല. കോടാനുകോടി രൂപയുണ്ട്, സമ്പത്തുകളുണ്ട്, കോടാനുകോടി വരുമാനങ്ങളുണ്ട്, എല്ലാ നിലയിലും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങൾ, അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിനക്ക് സമാധാനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ജനത്തോട് പറയട്ടെ, നീ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്നെങ്കിൽ, സമാധാനത്തിന് നീ വരുന്നെങ്കിൽ യേശുവിന്റെ അരികിലേക്ക് വാ. അടയാളം അന്വേഷിച്ച് നടക്കാതെ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, രോഗം തരുന്നത് പോലെയല്ല. അതേ സമാധാനത്തിന്റെ സന്ദേശവുമായി സുവിശേഷം ലോകവുമാണ് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിന്റെ രക്ഷയ്ക്കാണ്, നിന്റെ നന്മയ്ക്കാണ്, നിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. ഇരുളടഞ്ഞ് നിന്റെ കുടുംബത്തിനകത്തെ കൂരിലെ മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നിന്റെ ഭവനത്തിലും നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ സ്ഥിതിഗതികൾ മാറും. അതുകൊണ്ട് 118 സങ്കീർത്തനം 15 വാക്യം രേഖപ്പെടുത്തുന്നു, ഉല്ലാസത്തിന് ജയത്തെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അതെ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ. ആത്മീയമായ ഭവനത്തിലും ആത്മീയമായ ശരീരമാകുന്ന കൂടാരത്തിലും ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം വരും. വെളിച്ചം നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീയാകുന്ന കൂടാരത്തിൽ, നിന്റെ ഭവനമാകുന്ന കൂടാരത്തിലെ കൂരിളിന്റെ അനുഭവം മാറി. സാത്താന ശക്തികൾ നിന്റെ കുടുംബത്തെ നിന്നെ വിട്ടുമാറി നിന്റെ കുടുംബത്തിനകത്ത് ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ ഉയരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതൽ തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒരുപാട് കൂരുകളിന്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്തു വന്ന വ്യക്തിയാണ്. ഒരുപാട് ഇരുളുകൾ എന്നെ മൂടി. മദ്യം, മയക്കുമരുന്ന്, ലഹരികൾ എന്ന് വേണ്ട, എല്ലാ സാത്താന്റെ തന്ത്രങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിതം ഒരു ഇരുളായിരുന്നു, കൂരിരുളായിരുന്നു. ആ കൂരിലിന്റെ അനുഭവത്തിൽ നിന്നാണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ പ്രകാശം എന്റെ ഉള്ളിൽ പകർന്നപ്പോൾ എന്റെ ഉള്ളിൽ ഇരുള് മാറിക്കഴിഞ്ഞപ്പോൾ എന്നിൽ പ്രകാശം വന്നു. നിരാശകൾ മാറി, ദുഃഖങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി. എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത മാറി, ആരാധന എന്നുള്ള ചിന്ത മാറി. ലോകം എന്നെ തഴഞ്ഞപ്പോൾ, ലോകക്കാരെ തഴഞ്ഞപ്പോൾ, ഉറ്റവരും ബന്ധുക്കളും സഹചാരികളെല്ലാം എന്നെ തഴഞ്ഞപ്പോൾ എന്നെ മറുവോട് ചേർത്ത് പിടിച്ചൊരു ദൈവമുണ്ട്.
ആ ദൈവത്തെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റങ്ങൾ തന്നു. ഞാൻ അടയാളം അന്വേഷിക്കുന്നവനല്ല. പരീശന്മാരെ പോലെ, സദൂക്യന്മാരെ പോലെ, ന്യായശാസ്ത്രന്മാരെ പോലെ അടയാളം അന്വേഷിക്കുകയല്ല ചെയ്തത്. യേശു ക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കഴിഞ്ഞു. യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതെന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. അതുകൊണ്ട് അവന്റെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശം, എൻ്റെ കാലിന് ദീപമായി മാറി. അവന്റെ വചനം എൻ്റെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശവുമായി. ആ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, ആ വചനം എനിക്ക് പ്രകാശമായി. ഞാൻ ഏത് വഴി യാത്ര ചെയ്താലും, ഏത് മേഖലയിൽ യാത്ര ചെയ്താലും ദൈവവചനം എന്താണ്? എൻ്റെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അവിടെ അടയാളം അന്വേഷിച്ച് നടക്കുന്ന സ്വഭാവി മടങ്ങി. അപ്പൊ ഒന്ന് യേശു 5 അപ്പം കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, 5000 പേരെ ആകാശത്തിലൊക്കി. രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ മർക്കോസ് സുവിശേഷം, ഹല്ലേലൂയ, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, 7-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അവിടെ അവർ വിക്കനായ ഒരു ചികടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈ വെക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരൽ ഇട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു. അല്ലെങ്കിൽ വിക്കനായ മനുഷ്യനെ, കേൾവിയില്ലാത്ത മനുഷ്യനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു അവന്റെ മേൽ തൊട്ട്, ഹല്ലേലൂയ, അവന്റെ മേൽ തൊട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫദ എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു സ്വർഗത്തേക്ക് നോക്കി ആ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ ആ മനുഷ്യന് സൗഖ്യം പ്രാപിച്ചു. അതെ, ഇന്ന് പകലും നീയും അതേ അനുഭവത്തോടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, വിശ്വാസത്താൽ നീ യേശുവിലേക്ക് വരുന്നെങ്കിൽ, ആ കർത്താവ് ആ മനുഷ്യന് കേൾവി കൊടുത്ത പോലെ, ഹല്ലേലൂയ, അവന്റെ അല്ലെ സ്തോത്രം, അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, അവന് കേൾവി ശക്തി കൊടുത്ത പോലെ നിന്റെ ജീവിതത്തിനകത്തും ദൈവം അത്ഭുതം ചെയ്യും. മൂന്നാമത്തെ കാര്യം യേശു സ്വർഗത്തേക്ക് നോക്കിയത്, ഹല്ലേലൂയ, മൂന്നാമത്തെ കാര്യം യേശു സ്വർഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുക. ഇത് സംസാരിച്ച് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ യേശു സ്വർഗത്തേക്ക് നോക്കി 3 പ്രാവശ്യം. 1, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അപ്പം എടുത്ത് സ്വർഗത്തേക്ക് നോക്കി. 2, ചികടനായ മനുഷ്യനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ യേശു സ്വർഗത്തേക്ക് നോക്കി അവനെ സൗഖ്യമാക്കിയത്. 3, യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. 17-ാമത്തെ യോഹന്നാന്റെ അവിടെ യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞ നാഴിക വന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അനവധി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അനവധി വിടുതൽ കാണാൻ കഴിയും. എന്നിട്ട് നീ അടയാളം അന്വേഷിക്കാൻ ശ്രോതാവേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ഖനാവിലെ കല്യാണ വീട്ടിലെ വീഞ്ഞു പോരാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, ഇവിടെ വീഞ്ഞില്ല. അപ്പൊ യേശു പറഞ്ഞു, എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് യേശു അന്ന് മറിയോട് പറഞ്ഞില്ല. ഇവിടെ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്, എന്റെ നാഴിക വന്നിരിക്കുന്നു. അതെ സ്നേഹിത, നിനക്ക് രക്ഷ പ്രാപിക്കാനുള്ള, മാനസാന്തരപ്പെടാനുള്ള, നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള നാഴിക വന്നിരിക്കുന്നു. സുവിശേഷം നിന്റെ അരികിലേക്ക് എത്തിയില്ലേ? വിവിധ മേഖലകളിലൂടെ നിന്റെ ഭവനത്തിൽ തന്നെ ഇരുന്ന് വചനം കേൾക്കുവാൻ, നിന്റെ ടിവിയിലൂടെ, നിന്റെ കമ്പ്യൂട്ടറിലൂടെ, നിന്റെ കയ്യിൽ മൊബൈലിലൂടെ, നിന്റെ ഭവനത്തിൽ അനവധി ദൈവദാസന്മാരെ അയച്ച് നീ താമസിക്കുന്ന ദേശത്തും പട്ടണത്തിലും ഒക്കെ ഞങ്ങളുടെ ദൈവദാസന്മാർ പരസ്യപ്രഭാഷണമായി, ദൈവജനഘോഷമായി വന്ന് അത് കൺവെൻഷനായിട്ടും ക്രൂസൈഡുകളായിട്ടും പരസ്യയോഗങ്ങളായിട്ടും ഈ വചനം പ്രസംഗിച്ചിട്ടും ഇന്ന് നീ അടയാളം അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണോ? നിന്റെ കാര്യം കഷ്ടം തന്നെ. മടങ്ങുക, മാനസാന്തരം മടങ്ങുക. കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി, സഭയെ ചേർക്കാൻ സമയമായി. നിന്റെ ജീവിതം ഇവിടെ ജീവിച്ച് നഷ്ടപ്പെടുത്തി നിത്യ നരകത്തിലേക്ക് പോകരുത്. ഈ ഭൂമിയുടെ പാപത്തിന് പരിഹാരം വരുത്തി, ഈ ഭൂമിയുടെ പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മരണത്തിനപ്പുറമുള്ള ജീവിതം നിത്യതയിൽ എത്തിച്ചേരണം. മനുഷ്യൻ മരിച്ചതിന് ശേഷമായി മരണാനന്തരം ചെയ്യുന്ന കൈ കൊണ്ടോ, മരണാനന്തരം ചെയ്യുന്ന ഒരു ശുശ്രൂഷകൾ കൊണ്ടോ എന്റെ പാപത്തിന് പരിഹാരമില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്.
ഒന്ന് നിത്യമായി സ്വർഗത്തിൽ, രണ്ട് നിത്യമായി നരകത്തിൽ. ഏത് വേണമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും പരീശന്മാരും സദൂക്യരും അടയാള മനുഷ്യൻ നടന്നുപോലെ അടയാള മനുഷ്യൻ നടക്കാതെ സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചവനായിരിക്കുന്ന യേശുവിന്റെ പാപം നീ ജീവനോടെ ഇരിക്കുമ്പോൾ ഏറ്റു പറയണം. ജീവനോടെ ഇരിക്കുന്നതിന്റെ പാപം വിറ്റ് പാപത്തിന് ശുദ്ധീകരണം വരുത്തി അവന്റെ രക്തത്താൽ വിശ്വാസത്താൽ കഴികൾ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് ഈ ഭൂമി നീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ യേശു വന്നാൽ നിനക്ക് രൂപാന്തരം പ്രാപിക്കാം. അല്ല, അതിനു മുമ്പ് മരിച്ചാൽ കർത്താവിനവരിൽ വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ നിനക്ക് ഉയർത്ത സ്വർഗരാജ്യത്തിൽ ചെല്ലാം. അല്ല, നീ ഇന്നും അടയാള മനുഷ്യൻ നടക്കുന്നെങ്കിൽ നിന്റെ മരണാനന്തര ജീവിതം നിത്യ നരകമായിരിക്കും. കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള സകല ദുഷ്ടന്മാരെ കൊണ്ട് നിറയപ്പെട്ട അന്ധകാര ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് ഭൂമി നീ അനുഭവിച്ചതിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് കഷ്ടതകൾ നിറയപ്പെട്ട ആ നരകത്തിലേക്ക് പോകാതെ നീ സ്വർഗരാജ്യത്തിൽ വരണം. അവിടെ വിശുദ്ധന്മാരും ഗുരുപ്പുകളും സഹാബുകളും കൊടാനുകൂടി ദൂതന്മാരും ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ രാത്രിയില്ല, പലരിയ, അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, പിറുപിറുപ്പില്ല. അവിടെ ദൈവ സാന്നിധ്യമാണ്. കുഞ്ഞാട് അവിടെ വിളക്കായിട്ടുണ്ട്. നീ മടങ്ങി വാ. ഞാൻ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മല്ലേലിയ ഇവിടെ നാം വായിച്ച വചനം എന്താണ്? മത്തായി സുവിശേഷം മല്ലേലിയ 16-1 അനന്തരം പരീശന്മാർ സദൂക്യരുടെ അടുക്കൽ വന്ന് ആകാശത്തിന്റെ അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ അതിനൊരു അടയാളം ലഭിക്കുകയില്ല. ഹല്ലേലൂയ. അതേ സ്നേഹിത, ലോകം മുഴുവൻ യേശുവിനെ സുവിശേഷിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്നും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അവസാന സമയമാണ്. ഇന്ന് ഈ സുവിശേഷം നിനക്ക് അവസാനമായിട്ട് ഒരു പക്ഷേ എന്റെ കാത്തിലെത്തുന്നതായിരിക്കും. നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ നിനക്ക് നിത്യത കിട്ടും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി, തലമുറകൾക്കായി എണ്ണത്തിൽപ്പെടാത്ത ലോകരാജ്യം 800 കോടി ജനത്തിനായി ഞങ്ങളുടെ സ്വാമി സ്തോത്രം. രാജ്യരാഷ്ട്രതലവന്മാർ, രാജകുമാരന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബലുകളായിരിക്കും എല്ലാ ദ്വീപവാസികളും, എല്ലാ ഗോത്ര വിഭാഗങ്ങളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, എല്ലാവരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസം പുള്ളിവിട്ട് കൊട്ടാരത്തിൽ പാർക്കുന്നവരെയും, ശൈശവത്തിലും ബാല്യകൗമാരും യുവനത്തിലും വാർദ്ധക്യത്തിലും രാജപുരത്തിൽ അശനയാചുകൊണ്ടൊരു തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും, സകല തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന സകല ജഡിക വ്യഭിചാര വരസ അശുദ്ധ ദുഷ്കാമങ്ങളിൽ എല്ലാ ധർമ്മത്തിലും പിടി കിടക്കുന്ന എല്ലാ കർത്താവ് കൈക്കൂലിക്കാർ, അഴിമതിക്കാരും, കരിച്ചത്തക്കാരും, എല്ലാ പൂഴ്ത്തിവെപ്പുകാരെയും കർത്താവ്, എല്ലാ കർത്താവ് ചെറിയമായ എല്ലാ കൊള്ളപ്പലിശക്കാരെയും ഹൃദയയുടെ സ്ഥാനമാന അധികാരങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് അവന്റെ രക്തം ചൊരിഞ്ഞിട്ട് അധികാരത്തിന്റെ കസേരയിൽ വാഴുന്ന സകല ഉന്നത രാഷ്ട്ര തലവന്മാരെ, എല്ലാ ജനത്തെ, എല്ലാ അധികാരവർഗങ്ങളെയും മാനസാന്തരം നയിക്കുവാൻ കർത്താവിലേക്ക് മാനസാന്തരം മടങ്ങിവരെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാട് ക്രൈസ്തവൻ അഴിച്ചിട്ട് അനവധി ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന എല്ലാ തീവ്രവാദ ഭീകരവാദ വർഗീയവാദികളും സന്ദർശിക്കണമേ, മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ദൈവദിനത്തിനായ ദൈവമക്കൾക്കായി സ്തോത്രം. അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പ്രയാസങ്ങളിൽ ദൈവർക്ക് ആശ്വാസം സമാധാനം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സുരങ്ങൻ ജയിലിൽ കിടക്കുന്നുണ്ട്, തട്ടിക്കൊണ്ട് പോയവരുണ്ട്, പീഡനം അനുഭവിക്കുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട്, പാമെന്ന് ഉരുവരയ്ക്കുന്നുണ്ട്, നാട് വിട്ടുപോലെ വനാന്തരങ്ങൾ കിടക്കുന്നുണ്ട്, ദൈവം ജയിലിൽ കിടക്കുന്നുണ്ട്. സുവിശേഷ മുഖാന്തരം അവർക്ക് എല്ലാ ആശ്വാസ സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വരവിനായി സകല ജനത്തെ ഒരുക്കണമേ, ദേശത്തെ വിടിവിക്കണമേ. ശാപങ്ങൾ പാപങ്ങളിൽ മാറിപ്പോകട്ടെ. മദ്യരൂപികളും മയക്കുമരുന്ന് അധർമ്മികളും ഈ ലോകത്തെ കൈവശമാക്കി സകല കുടുംബങ്ങളെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.